ഹായ് ഫ്രണ്ട്സ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പിണറായി വിജയൻ എന്ന നാമം കേവലം ഒരു വ്യക്തിയെയല്ല, മറിച്ച് ഒരു പ്രസ്ഥാനത്തിന്റെ കരുത്തിനെയും ഒരു സംസ്ഥാനത്തിന്റെ ഭരണപരമായ പരിവർത്തനത്തെയുമാണ് അടയാളപ്പെടുത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ കരുത്തുറ്റ സംഘാടകനായും പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മികച്ച ഭരണാധികാരിയായും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ആധുനിക കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു സാധാരണ നെയ്ത്തുതൊഴിലാളിയുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് കടുത്ത ദാരിദ്ര്യത്തോടും സാമൂഹിക വിവേചനങ്ങളോടും പോരാടി രാഷ്ട്രീയത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തിയ അദ്ദേഹത്തിന്റെ ജീവിതം അതിജീവനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ഒരു ഇതിഹാസമാണ്. കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ മുണ്ടിൽ കോരന്റെയും കല്യാണിയുടെയും ഇളയ മകനായി ജനിച്ചു. സാമ്പത്തികമായി ഏറെ പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അച്ഛൻ ഒരു ചെത്തുതൊഴിലാളിയായിരുന്നു. ആകെ 14 സഹോദരങ്ങളിൽ 11 പേരും ശൈശവാവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു. ബാല്യത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടത് വിജയന്റെ വിദ്യാഭ്യാസത്തെ ബാധിച്ചു. സ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ സാമ്പത്തിക പ്രയാസം മൂലം തുടർന്നുള്ള പഠനം നടത്താനാകാതെ 1 വർഷത്തോളം അദ്ദേഹം കൈത്തറി നെയ്ത്ത് തൊഴിലാളിയായി ജോലി ചെയ്തു. ദാരിദ്ര്യത്തോടും ജീവിത സാഹചര്യങ്ങളോടും പൊരുതി വളർന്ന ഈ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ പിൽക്കാല രാഷ്ട്രീയ ജീവിതത്തെയും ദൃഢനിശ്ചയത്തെയും രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. പ്രതിസന്ധികൾക്കിടയിലും വിദ്യാഭ്യാസത്തിനുള്ള തന്റെ ദാഹം അദ്ദേഹം കൈവിട്ടില്ല. തയ്യൽ ജോലിയിൽ നിന്ന് ലഭിച്ച വരുമാനവും മറ്റും സമ്പാദിച്ച് അദ്ദേഹം തലശ്ശേരിയിലെ പ്രശസ്തമായ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സിന് ചേർന്നു. ബ്രണ്ണൻ കോളേജിലെ പഠനകാലമാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അടിത്തറ പാകിയത്. ഈ സ്ഥാപനത്തിൽ നിന്നാണ് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയത്. കോളേജ് പഠനകാലത്ത് അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി. കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന സംഘടനയിലൂടെയാണ് തുടക്കം. പിൽക്കാലത്ത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയി മാറിയ ഈ സംഘടനയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ഒരു മികച്ച സംഘാടകനെന്ന നിലയിൽ അദ്ദേഹത്തെ പാർട്ടി നേതൃത്വത്തിനു മുന്നിൽ ശ്രദ്ധേയനാക്കി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ശേഷം അദ്ദേഹം യുവജന രാഷ്ട്രീയത്തിലേക്ക് കടന്നു. കേരള സ്റ്റേറ്റ് യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം ചുമതലയേറ്റു. ഈ സംഘടനയാണ് പിന്നീട് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയി രൂപപ്പെട്ടത്. യുവാക്കൾക്കിടയിലുള്ള പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായകമായി നേതൃത്വം നൽകി. ഇതിനിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ പിളർപ്പിന് ശേഷം 1964 അദ്ദേഹം CPIM ചേർന്നു. ചോരക്കറയുടെ കഥ ഇനിയാണ് തുടങ്ങുന്നത്. ധാർഷ്ട്യം, അത് കേരള രാഷ്ട്രീയം തന്നെ തുന്നിച്ചേർത്ത് നൽകിയതാണ് സഖാവിനെ പറ്റിയുള്ള ചരിത്രം വരും ദിവസങ്ങളിൽ തുടരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. വീണ്ടും കാണാം. നന്ദി.